നേരത്തെ കേക്ക് അടക്കം സന്തോഷം. എന്തായാലും ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം, എത്ര വർഷമായിട്ട് നമുക്ക് ലാലേട്ടനെ അറിയാം? ഒരു 20 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും, 25 വർഷമായിട്ടുണ്ടാവും. ലാലേട്ടനോട് നമ്മുടെ മാതൃഭൂമിക്കൊരു ട്രാവൽ മാഗസിൻ ഉണ്ട്, യാത്ര മാഗസിൻ്റെ കവർ എടുക്കാൻ മൂന്നാറിൽ പോയപ്പോൾ മുതലാണ് ഞാൻ ലാലേട്ടൻ പരിചയപ്പെടുന്നത്. മുമ്പ് ലാലേട്ടൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു പരിചയം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് അന്ന് മുതലുള്ള ബന്ധം ഇന്നും നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഞാനെന്നല്ല ഏത് ഫോട്ടോഗ്രാഫർക്കും വളരെ ഫ്രണ്ട്ലിയാണ് ലാലേട്ടൻ. നമുക്കൊരിക്കലും ഒരു ഫോട്ടോ എടുക്കുന്ന നേരത്തിൽ ലാലേട്ടൻ ഒരിക്കലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കില്ല. നിങ്ങളിവിടെ തന്നെ കണ്ടല്ലോ, നമ്മൾ പത്രസമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മീഡിയ സുഹൃത്തുക്കളായിട്ട് ഒന്നിച്ച് ഇന്നൊരു ഫോട്ടോ എടുക്കുന്നത് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഒരിക്കലും അതിനകത്തൊരു ബുദ്ധിമുട്ട് കാണിച്ചില്ല. വളരെ ഇതായിട്ടൊന്നും ഇത്രയും തിരക്കിൻ്റെ ഇടയിലും സ്വാഭാവികമായിട്ട് തിരക്കൊക്കെ ലാലേട്ടൻ ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. പക്ഷേ ഇത് ലാലേട്ടൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ നിന്നു, അതാണ് ലാലേട്ടൻ. അപ്പോൾ നമുക്ക് മീഡിയ സുഹൃത്തുക്കൾക്കാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാവുന്ന ഒരാളാണ്, ഒരിക്കലും വഴിമാറി പോകുന്ന ഒരാളാണ്. പിന്നെ ലാലേട്ടൻ നല്ലൊരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. ഫോട്ടോസിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളതാണ്, ക്യാമറകളെ കുറിച്ച് നല്ല ധാരണയുള്ളതാണ്. നമ്മളെടുക്കുന്ന ഫോട്ടോസും ലാലേട്ടൻ അപ്പം തന്നെ അത് കാണണമെന്ന് ഭയങ്കര കൊച്ചുകുട്ടികളെ പോലെ തന്നെ ഭയങ്കര ആകാംക്ഷയോടുകൂടി ആ ഫോട്ടോസ് നോക്കും. പ്രതിവിട്ട നമ്മുടെ അടുത്ത് പണ്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ലൊരു മെമ്മറി കൂടി പങ്കുവെക്കാൻ പറ്റുമോ ലാലേട്ടൻ്റെ കൂടെ എപ്പോഴെങ്കിലും ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ? ലാലേട്ടൻ്റെ കൂടെയുള്ളൊരു മെമ്മറി പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കാന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആദ്യത്തെ ഷൂട്ടിന് പോയപ്പോൾ മൂന്നാറിൽ വെച്ചാണ് അതിൻ്റെ പടം എടുക്കുന്നത്. അപ്പോൾ ഒരു തോട് മുറിച്ച് കിടക്കുന്ന ഒരു പടമാണ് എനിക്ക് വേണ്ടത്. ലാലേട്ടൻ ട്രാവലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാഗിൽ ട്രാവൽ ബാഗും വെച്ചുകൊണ്ട് തോട് മുറിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പടം എടുത്തു കഴിഞ്ഞ് പുറത്ത് വന്ന് എന്നോട് ചോദിച്ചു ഓക്കെ അല്ലേ? ഇപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ രണ്ട് കാലിൽ അട്ട അടിച്ചിരിക്കുക, ചോര ഇങ്ങനെ ഒഴുകുക. വേറെ ഒരു ആർട്ടിസ്റ്റും സമ്മതിക്കില്ല അത്, കാരണം ലാലേട്ടനെ ഒരാട്. പക്ഷേ ഞാനത് പേടിച്ചു പോയി, കാരണം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് ലാലേട്ടൻ അതും സാറില്ല, അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പ്രൊഡക്ഷനിലെ ആൾക്കാർ ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഓക്കെ. അപ്പോൾ വേറെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെയൊന്നും ഒരിക്കലും അത് സമ്മതിക്കില്ല. അത് കാരണം ആൾക്കാർ ഈ അട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ നാളത്തേക്ക് അതിൻ്റെ പ്രശ്നം ഉണ്ടാകും. ലാലേട്ടൻ അതൊരു വിഷയമേ അല്ല. പിന്നെ ലാലേട്ടൻ എനിക്ക് പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ലാലേട്ടൻ ഒരു സംസ്കൃതം ഒരു മ്യൂസിക് ആൽബത്തിന് ഡബ് ചെയ്തു. അത് ഇവിടെ വിസ്മയിൽ വെച്ചായിരുന്നു. ഞാൻ ആ ഡബ്ബിംഗ് തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുത്തു, ലാലേട്ടൻ ഡബ് ചെയ്യുന്ന ഫോട്ടോ എടുത്തു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു, കാരണം ഇനി ആദ്യമായിട്ട് ലാലേട്ടൻ ഡബ് ചെയ്യുന്നതാണ്, ഇങ്ങനെ സംസ്കൃതത്തിൽ ഡബ് ചെയ്യുക. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ മനസ്സിൽ കൂടെ പോയത് കിലുക്കം, താളവട്ടം, ഇതൊക്കെ ലാലേട്ടൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നലെ എനിക്ക് കാണാൻ പറ്റിയത്. അങ്ങനെയുള്ള വളരെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ലാലേട്ടൻ, നല്ലൊരു മനുഷ്യനാണ്. ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ ഒന്നാന്തര ഹ്യൂമൻ. അതാണ് ലാലേട്ടൻ ഇങ്ങനെയുള്ള ഓരോരോ ഉയരങ്ങൾ ഇങ്ങനെ കീഴടക്കി പോകുന്നത്. ഇതിൻ്റെ അപ്പുറം എന്താ കിട്ടാനില്ല ലാലേട്ടന്. വളരെ സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അപ്പം നടന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ അങ്ങനെ ചെയ്യുന്നു. ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ മൊത്തത്തിൽ? ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, വാക്കുകളില്ല. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. പ്രതിഭനെ ചേർത്ത് പിടിച്ചപ്പോൾ നമുക്കും മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്, നമ്മുടെ മാതൃഭൂമിയുടെ സ്വന്തം ഫോട്ടോഗ്രാഫറാണ്. അപ്പം അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചപ്പോൾ നമുക്കും നമ്മുടെ കൂടെയുള്ള ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ലാലേട്ടൻ. അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. എന്തായാലും ഇവിടെ വന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ഈ പരിചയമുള്ളവർക്കാണെങ്കിൽ പോലും ഓരോ കഥകളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. മലയാളത്തിൻ്റെ സ്വന്തം മഹാനടനാണ്, അത്രയും വലിയ ഉന്നതിയിലിരിക്കുന്ന അത്രയും വലിയ ഒരു മനുഷ്യൻ തന്നെയാണ്, ഒറ്റ സംശയമില്ല അക്കാര്യത്തിൽ. പക്ഷേ അപ്പോഴും ഡൗൺ ടു എർത്തായിട്ട് എല്ലാവരുടെ അടുത്തും ഇനി പറഞ്ഞതുപോലെ ഒരുപാടധികം മീഡിയകളിലൂടെ വന്നറിഞ്ഞൊരു ഇടുക. പക്ഷെ ഇത്രയും പേർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഒരു മടുപ്പും ഇല്ലാതെ അദ്ദേഹം അതിനൊക്കെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ചോദ്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ പണ്ടുണ്ടായ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പോലും അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കാതെ അതിന് ഈ ഒരു സമയം എന്താണോ അതിനെ സന്തോഷത്തോടെ കാണുക എന്നുള്ളത് വലിയ ഒരു മെസ്സേജ് കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് കൂടിയാണ്. ഈ ഒരു സമയത്തിൽ സന്തോഷമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു കാര്യത്തോടെ ഇതിനെയെല്ലാം വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് വളരെ സന്തോഷത്തോടെ മറുപടി പറഞ്ഞ് മധുരമെല്ലാം എല്ലാവർക്കും നൽകിയാണ് ലാലേട്ടൻ ഇവിടെ നിന്നും പിരിഞ്ഞത്. എന്തായിരിക്കും വന്നവർക്കും നിന്നവർക്കും ഒക്കെ ഒരുപാടധികം സന്തോഷമാണ്. ലാലേട്ടൻ ഇത്രയും വലിയൊരു പുരസ്കാരമൊക്കെ നേടി നിൽക്കുമ്പോൾ ലാലേട്ടനും സന്തോഷമാണ്, നമുക്ക് പ്രേക്ഷകർക്കും അത് ഒരുപാടധികം സന്തോഷമാണ്. അതിനപ്പുറത്തേക്ക് ലാലേട്ടൻ പറഞ്ഞ കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ്. മലയാള സിനിമയ്ക്ക് തന്നെയാണ്, മലയാള സിനിമയ്ക്കല്ല സിനിമയ്ക്ക് കിട്ടിയ ബഹുമതി തന്നെയാണ് ഈ പറയുന്ന ലാലേട്ടൻ പറഞ്ഞതുപോലെ ഇന്ന് മലയാള സിനിമ എന്നില്ല, സിനിമ എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യൻ എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാടധികം സന്തോഷം തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും. ആ ഒരു ഇരട്ടി മധുരത്തിൽ ലാലേട്ടന്റെ സന്തോഷത്തിൽ നമ്മളും കേരള വിഷന്റെ പ്രേക്ഷകരും പങ്കുചേരുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. അതെ വിജിത, മധുരം മധുരം ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ തന്നെ മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കും ലഭിച്ച ഒരു പുരസ്കാരം അല്ലെങ്കിൽ അംഗീകാരം എന്ന് വേണം പറയാൻ. പുരസ്കാര നിറവിലാണ് ഇപ്പോൾ ലാലേട്ടൻ. എന്തായാലും മാതൃഭൂമിയുടെ മാധ്യമപ്രവർത്തകനെയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ചേർത്ത് പിടിച്ചതിൽ ഒരുപാട് സന്തോഷം. മധുരം അല്ലെങ്കിൽ ഒരു സന്തോഷ മധുരം പങ്കുവച്ചാണ് അവിടെ കേക്ക് ആഘോഷിച്ച് എന്തായാലും അവാർഡ് ചടങ്ങിൻ്റെ ഒരു സന്തോഷം വാർത്താ സമ്മേളനത്തിൽ നടൻ മോഹൻലാൽ ഇപ്പോൾ പ്രകടിപ്പിച്ചത്. വിവരങ്ങൾ പങ്കുവച്ചത് വിജിതയാണ്.